ഒരു 3 to 12 ഇയേഴ്സിന് ഇടയിൽ പ്രായമുള്ള കുട്ടികൾ സ്ഥിരമായിട്ട് പറയുന്ന കംപ്ലൈൻ്റ് ആണ് കാലുവേദന. ഇത് മിക്കപ്പോഴും ഗ്രോയിങ് പെയിൻസ് എന്ന് പറയുന്ന നോർമൽ ഫിസിയോളജിക്കൽ കാലുവേദനയായിരിക്കും. ഇതിന് പ്രത്യേകിച്ച് ഇൻവെസ്റ്റിഗേഷൻസിൻ്റെയോ മരുന്നുകളുടെയോ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ കുട്ടികളിലെ കാലുവേദന എപ്പോഴും ഇതുപോലെ നോർമൽ ആവണമെന്നില്ല. ഏതൊക്കെ കണ്ടീഷൻസാണ് നമ്മൾ സീരിയസ് ആയി എടുക്കേണ്ടത്, എപ്പോഴാണ് ഒരു ഡോക്ടറെ കാലുവേദനയ്ക്ക് കാണിക്കേണ്ടത് എന്നൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങളുടെ കുട്ടി നല്ല ബാലൻസ്ഡ് ഡയറ്റ് എടുക്കുന്ന ആളാണ്, അത്യാവശ്യം വെയിലൊക്കെ കൊണ്ട് കളിക്കുന്ന ആളാണ്. അയാൾ വേദന പറയുന്നത് ആഴ്ചയിൽ ഒരു 2-3 ദിവസങ്ങളിൽ മാത്രം, അതും വൈകുന്നേരങ്ങളിലും രാത്രികളിലും മാത്രമാണ് വേദന ഉള്ളത്. ഈ വേദന പറയുന്നത് കാലിൻ്റെ മുൻവശത്ത് അല്ലെങ്കിൽ പിൻവശത്ത് അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ തൈ ഏരിയാസിൽ ഇവിടെയൊക്കെയാണ് വേദന പറയുന്നത്. 2 കാലുകളിലും ഒരേ സമയം അല്ലെങ്കിൽ മാറി മാറി വേദന പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ അത് മിക്കവാറും ഗ്രോയിങ് പെയിൻ ആയിരിക്കും. അപ്പോൾ ഗ്രോയിങ് പെയിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലുകളിലെ ബോൺസ് വലുതാവുകയാണ്. അതിന് ചുറ്റുള്ള മസിൽസിന് അത്യാവശ്യം സ്ട്രെച്ച് ഉണ്ടാവും. പോരാത്തതിന് ഈ കുട്ടികൾ പകൽ സമയത്തൊക്കെ ഒരുപാട് കളിക്കുകയും ഓടുകയും ഒക്കെ ചെയ്യുകയാണ്. പിന്നെ ശരീരഭാരം മുഴുവൻ ഈ കാലുകളിലെ മസിൽസുമാണ് ബെയർ ചെയ്യുന്നത്. അതുകൊണ്ടൊക്കെ ആ ഒരു സ്ട്രെയിൻ കാരണം ഉണ്ടാകുന്ന പെയിനാണ്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ചൊരു ടെസ്റ്റിൻ്റെയോ ട്രീറ്റ്മെൻറ്റോ ഒന്നും ആവശ്യമില്ല. ഇപ്പം വേദന മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ചൂട് പിടിക്കാം, അതല്ലെങ്കിൽ ഇളം ചൂടുള്ള ഓയിൽ കൊണ്ട് മസാജ് ചെയ്ത് കൊടുക്കാം. ചില സ്ട്രെച്ചിങ് എക്സസൈസൊക്കെ ചിലപ്പോൾ യൂസ്ഫുൾ ആവാറുണ്ട്. ഇപ്പം നിങ്ങളുടെ കുട്ടിക്ക് എല്ലാ ദിവസവും പെയിൻ പറയുന്നുണ്ട്, അതുപോലെ തന്നെ പകൽ സമയങ്ങളിലും വേദന പറയുന്നുണ്ട് എങ്കിൽ ചിലപ്പോൾ ഓർത്തോപീഡിക് കണ്ടീഷൻസ്, ഫ്ലാറ്റ് ഫൂട്ട് പോലുള്ള ചില കണ്ടീഷൻസ് ആയിരിക്കാം. ചിലപ്പോഴൊക്കെ ഈ ഫുട്വെയർ പ്രോപ്പർ അല്ലെങ്കിൽ ഫ്ലാറ്റ് ഫൂട്ട് കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും കണ്ടീഷൻസ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ഓർത്തോപീഡീഷ്യനോ പീഡിയാട്രീഷ്യനോ കണ്ട് കൺസൾട്ടേഷനും അതിനുള്ള ഇവാലുവേഷൻസ് ഒക്കെ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ കുട്ടികൾക്ക് കാലുവേദന ഇതുപോലെ സ്ഥിരമായിട്ട് വേദനയുണ്ട്, പകൽ സമയങ്ങളിലും വേദനയുണ്ട്, അതോടൊപ്പം ക്ഷീണം, ഉറക്കക്കുറവ്, ഉന്മേഷക്കുറവ്, ഇങ്ങനെ വേറെ കംപ്ലയിൻസും കൂടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് അയൺ ഡെഫിഷ്യൻസിയോ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയോ ആവാം. അതും ഒരു പീഡിയാട്രീഷ്യനെ കണ്ട് ഇവാലുവേറ്റ് ചെയ്ത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സും സപ്ലിമെൻറ്റേഷൻസും ഒക്കെ എടുക്കേണ്ടതാണ്. ഇതോടൊപ്പം നിങ്ങൾ റൂൾ ഔട്ട് ചെയ്യേണ്ട 2 കാര്യങ്ങൾ: ഒന്ന്, കുട്ടിക്ക് ഡീഹൈഡ്രേഷൻ ഇല്ലല്ലോ. കാരണം ഈ പകലൊക്കെ ഒരുപാട് വെയിലത്ത് കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കുട്ടികളിൽ വെള്ളത്തിൻ്റെ അംശം കുറയും. അപ്പോൾ അത് കാരണം ഉണ്ടാകുന്ന മസിൽ പെയിനും ഇതുപോലെ പ്രസൻറ്റ് ചെയ്യാം. അപ്പം ആവശ്യത്തിന് വെള്ളം കുട്ടികൾ കുടിക്കുന്നില്ലേ ഉള്ളത് ഉറപ്പ് വരുത്തുക. രണ്ടാമത്, അവരുടെ ഫുട്വെയർ, അവരുപയോഗിക്കുന്ന ചെരുപ്പ് അവർക്ക് അപ്രോപ്രിയേറ്റ് അല്ലേ, അവർക്ക് കംഫർട്ടബിൾ അല്ലേ എന്നുള്ളതും ഇതാക്കുക. അപ്പം കുട്ടികൾ ഇങ്ങനത്തെ ചെരുപ്പ്, അവർക്ക് പറ്റാത്ത ചെരുപ്പ് ഉപയോഗിച്ചിട്ടാണ് ഓടിക്കളിക്കുന്നതെങ്കിൽ വൈകുന്നേരങ്ങളാകുമ്പോഴേക്കും വേദന ഉണ്ടാവാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കുട്ടി ഒരു കാലിൽ മാത്രമാണ് സ്ഥിരമായിട്ട് വേദന പറയുന്നത്, മറ്റേ കാലിന് വേദനയൊന്നും പറയാറില്ല, അതേപോലെ തന്നെ ജോയിൻറ്റ്സ് ഇൻവോൾവ് ആവുന്നുണ്ട്, അതായത് മുട്ടിൽ വേദന പറയുന്നുണ്ട് അല്ലെങ്കിൽ ആംഗിൾ ജോയിൻറ്റിൽ വേദന പറയുന്നുണ്ട്, ഈ ജോയിൻറ്റ്സിൽ ചിലപ്പോഴൊക്കെ നീർക്കെട്ട് പോലെയോ നീര് വെച്ചതുപോലെയോ അല്ലെങ്കിൽ ചുവപ്പുള്ളതുപോലെയോ ഒക്കെ തോന്നുന്നുണ്ട്, അതല്ലെങ്കിൽ കുട്ടികളിൽ വേദന വളരെ സിവിയറാണ്, അതായത് ഉറങ്ങിക്കിടക്കുന്ന കുട്ടീനെ വേദന കാരണം അയാൾ എണീറ്റ് പോവുകയാണ്, അത്രയും സിവിയർ ആയിട്ടുള്ള വേദന ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യമായിട്ടും ഒരു ഡോക്ടറെ പെട്ടെന്ന് തന്നെ കാണിക്കണം. എക്സ്റേസും സ്കാൻസും ചില ഇമ്പോർട്ടൻറ്റ് ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്ത് മറ്റ് ബോണുകളുടെ ഒന്നും ജോയിൻസിൻ്റെയും അസുഖങ്ങളല്ലോ എന്ന് റൂൾ ഔട്ട് ചെയ്യേണ്ടതാണ്.